വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ദോശയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നി ബാക്കി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സാധാരണ നമ്മൾ കളയും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കിട്ടും. ഇതൊന്നും ചെയ്യാതെ നമുക്കതൊരു സൈഡ് ഡിഷ് ആക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. വെറും 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 2 മുട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് തേങ്ങാ ചട്നി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിത് കുറച്ച് തേങ്ങയും തക്കാളിയും ഒരു സവാളയും ചെറിയൊരു പീസ് ഗാർലിക്കും വറ്റൽമുളകും കൂടെ വഴറ്റിയിട്ട് അരച്ചെടുത്തിട്ടുള്ള ചട്നിയാണിത്. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, തേങ്ങാ ചട്നി ആയാൽ മതി. അപ്പോൾ ഇതൊരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 മുട്ട ബീറ്റ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ചട്നി ബാക്കി അതിനനുസരിച്ചിട്ട് മുട്ട എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു കപ്പാണ് ചട്നി എനിക്ക് ബാക്കി വന്നത്, അപ്പോൾ അതുകൊണ്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ചട്നിയിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ്. അപ്പോൾ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിൻ്റെ ആ ഒരു നനവൊന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നനവൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് ചോറിലേക്കൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എരിവ് ആവശ്യമാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചട്നിയിൽ എരിവനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുളക് പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിൽ സൈഡിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചട്നിയും അതുപോലെ തന്നെ ഈ എഗ്ഗിൻ്റെ ആ ഒരു മിക്സും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമ്മളിത് ഈ ചട്നിയിലുള്ള വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി വരണം. അപ്പോൾ ഒരു ചമ്മന്തി പോലെ ആവണം. നമ്മൾ എഗ് തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇത്, സെയിം തന്നെയാണ്. അപ്പോൾ അതുപോലെ ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു ചമ്മന്തിയുടെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഇപ്പോൾ നല്ല മൂത്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചൂടുള്ള ചോറിൻ്റെ കൂടെ സൈഡായിട്ടും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വൈകിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്തിട്ട് സ്നാക്ക് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ്സിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്